സുഖല്ലേ? സോ ഞാൻ വ്ലോഗ് രാവിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പ്ലാനിങ് ഒന്നുമില്ല. ജസ്റ്റ് ഇപ്പം ഞങ്ങൾ വെള്ളം കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്ക് വ്ലോഗ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. രാവിലെ 3 മണിക്ക് എല്ലാവർക്കും വെച്ച് എഴുന്നേറ്റിട്ട് ഞാൻ നല്ല മഴയായിരുന്നു. ഞാൻ വീണ്ടും കിടന്നു പറഞ്ഞിട്ട് ഞാനടുത്ത് എഴുന്നേൽക്കുന്ന 7 o'clock എഴുന്നേറ്റ് എനിക്ക് എണീക്കാൻ ഒരു ഭയങ്കര മടി. അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ തിരിഞ്ഞ് കണ്ടപ്പോഴത്തേക്ക് മമ്മി ഉണ്ടായിരുന്നു. മമ്മിയടുത്ത് ഞാനിങ്ങനെ സംസാരിച്ചു ആരും എഴുന്നേറ്റിട്ടില്ല. ഇതുവരെ മഴയൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങനെ ഉറങ്ങുകയാണ്. ഇപ്പോൾ സമയത്തായി 9 കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും 9:30 ആയി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 7-8 o'clock ആയപ്പോഴത്തേക്ക് ചാടി എന്നിട്ടില്ല. ക്ലാസ്സിൽ പോകാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ ചാടി എഴുതിയിട്ട് നേരെ കുളിച്ച് വിളക്കം കത്തിച്ചിട്ട് മമ്മി ഇന്നലെ രാത്രി അരി ആക്കി വെക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് പോയി വെച്ചിട്ട് അരച്ച് അത് മാറ്റി വെച്ചു. അത് വെച്ചിട്ട് ഫുഡിന് മുന്നേ ഉള്ള ഒരു ടാബ്ലറ്റ്, ആ ടാബ്ലറ്റ് ഞാൻ കഴിച്ചിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ഞാനൊരു ബ്ലാക്ക് കോഫി ഇട്ട് കുടിച്ചു. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ബ്ലോഗിൻ്റെ കാര്യം ഓർമ്മ വന്നത്. നമുക്ക് ബ്ലോഗ് ചെയ്താലോ ജസ്റ്റ് ബ്ലോഗ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത മരുന്ന് കുടിക്കാനുണ്ട്. അതും കുടിച്ചിട്ട് ഓൾറെഡി ബാഗ് പാക്ഡ് ആണ്. ഇതിലാക്കി മോനെ ആറ്റിറ്റ്യൂഡാണ് അവനെ ഹായ് എന്ന് പറയാറില്ല. സോ എല്ലാം റെഡിയാക്കി വെച്ച് എനിക്ക് ഇറങ്ങണം ക്ലാസ്സിന് പോകാനായിട്ട്. അപ്പോൾ അവിടെ വെച്ച് കാണാം. 9:47 ആയി. 10:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോഴേ ഇറങ്ങിയാലേ പോകാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ട്രാഫിക്കിലായി കഴിഞ്ഞാൽ പെട്ടുപോകും. സോ ഞാൻ ഇറങ്ങാണ്. ഞാൻ ക്ലാസ്സിലെത്തി. ആരും വന്നിട്ടില്ല. 10:15 ആയി. 10:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും വന്നു തുടങ്ങാം. ഞാൻ നേരത്തെ എത്തി. ഞാൻ ലേറ്റ് ആവും വിചാരിച്ചു. പക്ഷേ ഞാൻ ലേറ്റ് ആയില്ല. അങ്ങനെ വരുന്ന വഴിക്കൊന്നും കണ്ടില്ല. ഭയങ്കര ബ്ലോക്ക്. സാധാരണ അവിടെ അങ്ങനെ ബ്ലോക്ക് ഉണ്ടാവാറില്ല. ഇടയ്ക്ക് ഒരിക്കൽ മാത്രം നമ്മുടെ മോദിജി വന്ന സമയത്ത് മാത്രമേ അവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് ബ്ലോക്ക് ഇല്ലായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞ വഴിക്ക് അവിടെ ഭയങ്കര ബ്ലോക്ക്. ആൻഡ് പിന്നെ സ്മൂത്തായിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സ്മൂത്തായിട്ട് ഞാൻ പെട്ടെന്ന് എത്തി. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. ഞാൻ ലഞ്ച് ബ്രേക്കാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ മഴ കുറഞ്ഞു. ഇത്ര നേരം ക്ലാസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് നല്ല മഴയാണ്, നല്ല ഹെവി റെയിനായിരുന്നു. ഈ മരമൊക്കെ ഇങ്ങനെ കിടന്ന് ആടുന്ന കണ്ട് ഞാൻ അകത്തുനിന്നു. ശരി വ്ലോഗ് ചെയ്ത സമയത്ത് കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ആട്ടക്കൊക്കെ നിന്നിട്ട് പക്ഷേ മഴ എപ്പോഴും പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലഞ്ചൊന്നും കാണിച്ചു തരാനില്ല. ഈ ഫസ്റ്റ് ലഞ്ച് എടുത്തിട്ട് വരാൻ മറന്നു. ഞാൻ പറഞ്ഞില്ല, ഇറങ്ങിയപ്പോൾ ലേറ്റായി. ഞാൻ ഓടി നോ ലഞ്ച്. വെള്ളം കുടിച്ചിട്ട് നെയ്റോസ്റ്റാണ് മേടിച്ചിട്ടാണ് ഗൈസ്. വർക്കൗട്ട് സെക്ഷനിൽ ഇപ്പം ഞാൻ എൻ്റെ വർക്കൗട്ട് സെക്ഷനിലാണുള്ളത്. ക്ലാസ് കഴിഞ്ഞ് നേരെ ഞാൻ ഇവിടെ വന്നു. വർക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് അടുത്ത് ഇനി വീട്ടിലോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ടൈം 5:30 ആയി. ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് വരാം. ബൈ. നമസ്കാരം. സൺ അത് കൂടെ നല്ല സെമ്മ റെയിൻ, செம்மையாக மழை பெய்தானா இதில் காமிக்க முடியல, கிளியராக தெரிய மாட்டேங்குது. ஒர்க் அவுட் செக்ஷனில் ஹாஃப் முடிச்சாச்சு. இனி ஒர்க் அவுட் செக்ஷனில் ஹாஃப் வரணும். சில வச்சுட்டு அது കഴിഞ്ഞിട്ട് நம்ம அடுத்த போகலாம். ஒர்க் அவுட் முடிச்சாச்சு. சொல்லிட்டு ஃபஸ்ட்டு പോയിട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീടെത്തി. അപ്പോൾ അതാ പൊന്നു റീല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം മമ്മി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു വാവ. അതെ, മാൻ പവറിൽ ഓടുന്ന കാറ് ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഡ്രൈവർ, ഇതാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇനി പോയിട്ട് കുളിച്ചിട്ട് വന്ന് ടാബ്ലറ്റും കഴിച്ച് ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങും. ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഗൈസ്. ടാറ്റാ, ബൈ ബൈ.